ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ്. ഗുണ്ടകൾക്ക് അവിടെ കിടക്കുന്ന വടി വെച്ച് നല്ല അടി തലങ്ങും വിലങ്ങും കൊടുക്കുകയാണ്. അങ്ങനെയാണ് നന്ദിനി അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. പക്ഷേ ഗുണ്ടകൾ നന്ദിനിയെ വെറുതെ വിടുന്നില്ല. നന്ദിനിയുടെ പുറകെ തന്നെ അവരും ഓടി ചെല്ലുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഓടിപ്പോവുകയാണ്. പുറകെ ഗുണ്ടകളും ഓടിപ്പോരുകയാണ്. അങ്ങനെ നന്ദിനി ഒരു ഭാഗത്തെത്തിയ ശേഷം അവിടെ മറിഞ്ഞു നിൽക്കണം. അപ്പോഴത്തേക്കും ഗുണ്ടകൾ നന്ദിനി ആ ഭാഗത്തേക്ക് ഓടിപ്പോയിട്ട് ഉണ്ടാവും എന്ന് കരുതി അവർ അവിടേക്ക് ഓടിപ്പോവാണ്. ഈ സമയം നന്ദിനി അവർ പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തു കൂടെ അങ്ങ് ഓടിപ്പോവുകയാണ്. അപ്പോഴത്തേക്കും സൂര്യയും വിവേകും ഓരോ ഭാഗങ്ങളിലായിട്ട് നന്ദിനിയെ ചോദിച്ച് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. നന്ദിനിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ നന്ദിനി റൂട്ടിലേക്ക് എത്താറാവുകയാണ്. അങ്ങനെ ഒരു വലിയൊരു മൈതാനത്തിൻ്റെ ആ ഭാഗത്തേക്ക് നന്ദിനി ഓടിയെത്തുകയാണ്. അപ്പോഴാണ് വീണ്ടും നന്ദിനിയും ഗുണ്ടകളും കണ്ടുമുട്ടുന്നത്. അങ്ങനെ നന്ദിനി അവരെ കണ്ടതോടുകൂടി വീണ്ടും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഗുണ്ടകൾ പുറകെ ഓടുകയാണ്. നിൽക്കടി അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടകളും പുറകെ ഓടുകയാണ്. അങ്ങനെ നന്ദിനി ഓടിപ്പോകുന്നതിൻ്റെ ഇടയ്ക്ക് നന്ദിനിയുടെ കാലിലെ ചെരുപ്പ് ഊരുകയാണ്. അങ്ങനെ നന്ദിനി ചെരുപ്പ് വേണ്ട എന്ന് വെച്ച് നന്ദിനി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പോഴാണ് സൂര്യ അതുവഴി വരുന്നത്. അപ്പോൾ സൂര്യയുടെ കാറ് പെട്ടെന്ന് അങ്ങ് സ്റ്റക്ക് ആവുകയാണ്. എത്ര ഓണാക്കിയിട്ടും സൂര്യയുടെ കാർ ഓണാവുന്നില്ല. അപ്പോൾ വിവേകിനെ ഫോണിൽ വിളിക്കുകയാണ്. വിവേക്, എൻ്റെ കാർ എന്താണാവോ ഓണാവുന്നില്ല, സ്റ്റാർട്ടാവുന്നില്ല, നീ എത്രയും പെട്ടെന്ന് ഇന്ന ഭാഗത്തേക്ക് വാ എന്ന് പറഞ്ഞ് സൂര്യ അവിടെ കാത്തു നിൽക്കാണ്ട്. അങ്ങനെ സൂര്യ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴാണ് നന്ദിനിയുടെ ചെരുപ്പ് സൂര്യയുടെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ നന്ദിനി ആ ചെരുപ്പ് ഇട്ടിരുന്നത് സൂര്യക്ക് ഓർമ്മ വരികയാണ്. നന്ദിനി അത് വല്ലാതെ ടൈറ്റായ സമയത്ത് ബുദ്ധിമുട്ടിയിട്ട് നന്ദിനി ആ ചെരുപ്പിടുന്ന സമയത്ത് സൂര്യ അത് കണ്ടുവരികയാണ്. അപ്പോൾ സൂര്യ പറയാണ്, ഇത് നന്ദിനി, നിനക്ക് ഇനി പുതിയ ചെരുപ്പ് വാങ്ങിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേണ്ട, ഇതിനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലല്ലോ, ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇടാറുള്ളത്, പൊട്ടിയ ശേഷമാണ് കളയാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളും എല്ലാം തന്നെ സൂര്യ ഓർമ്മിക്കുകയാണ്. അപ്പോഴത്തേക്കും വിവേക് ഇനി അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ എന്താ സൂര്യ എന്ന് ചോദിക്കുമ്പോൾ, ഇത് നന്ദിനിയുടെ ചെരുപ്പാണ്, നന്ദിനി ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു, നന്ദിനി ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞ് സൂര്യ അവിടെയൊക്കെ തിരയുകയാണ്. ഇവിടെ വിവേകും തിരയുകയാണ്. അങ്ങനെ നന്ദിനി ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സൂര്യ നോക്കുന്ന സമയത്തേക്കും നന്ദിനി അവിടെ നിന്നും പോയിട്ടുണ്ടാവും. അങ്ങനെ നന്ദിനി ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോകുന്ന സമയത്താണ് വഴിയിൽ വെച്ച് നന്ദിനി ഒരു വനിതാ പോലീസിനെ കണ്ടുമുട്ടുന്നത്. വനിതാ പോലീസിനെ കണ്ടതോടുകൂടി നന്ദിനിക്ക് വല്ലാത്ത ആശ്വാസമാവാണ്. അങ്ങനെ നന്ദിനി ആ പോലീസിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലാണ്. എന്നെ ഇങ്ങനെ 2-3 പേര് തട്ടിക്കൊണ്ടുപോയതാണ്, എന്നെ ഒരു ആൾതാമസമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുകയാണ്, ഞാൻ അവരുടെ കയ്യിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണ് മേഡം, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ, നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ, ആദ്യം നീ കുറച്ച് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒരു കുപ്പി വെള്ളം എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അത് കുടിക്കാൻ വേണ്ടി പറയാണ്ടോ. അങ്ങനെ നന്ദിനി, മേഡം എന്നെ ഒന്ന് രക്ഷിക്കണം, എന്നെ ഒന്ന് വീട്ടിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ ടെൻഷൻ ആവില്ലേ, ഞാൻ നിന്നെ സഹായിക്കാം, നീ ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ, നീ ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ് നന്ദിനിയെയും കൂട്ടി വണ്ടിയിൽ ആ വനിതാ പോലീസ് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി ചെന്ന ആ ഭാഗത്തേക്ക് തന്നെയാണ് വനിതാ പോലീസ് നന്ദിനിയും കൂട്ടി വരുന്നത്. അപ്പോൾ നന്ദിനി, ഇതെന്താ മേഡം ഇവിടേക്ക് വന്നത്, ഇവിടെയാണ് അവരെന്നെ തട്ടിക്കൊണ്ടു വന്നത്, എന്നെ ഇവിടെയാണ് പൂട്ടിയിട്ടത്, പിന്നെ എന്തിനാണ് മേഡം ഇവിടേക്ക് വന്നത്, അവരാൾ ശരിയല്ല, അവർ കുറച്ച് കുഴപ്പക്കാരാണ് എന്ന് പറയുമ്പോൾ, നീ പേടിക്കാതിരിക്കും നന്ദിനി, ഞാനുണ്ടല്ലോ, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്, നിന്നോടൊപ്പം ഞാനുണ്ടല്ലോ, പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നീ ടെൻഷൻ ആവാതിരിക്കുക, അവരങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, അവരാരാണെന്നുള്ളത് എനിക്കറിയണം, അവരെ കസ്റ്റഡിയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ ആ പോലീസ് അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദിനിയെ പിടിക്കാൻ വേണ്ടി അതിനുള്ളിലുള്ള ആ 2 സ്ത്രീകൾ അങ്ങ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അവരെ കണ്ടതോടുകൂടി, ആ സ്ത്രീകളാണ് എന്നോട് ഇങ്ങനെയുള്ള ചതികളൊക്കെ ചെയ്തത് മേഡം, ഇവരാണ് എന്നെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ, നീ ടെൻഷൻ ആവില്ലേ നന്ദിനി, ഞാൻ ചോദിച്ചോളാം അവരോട് എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അവർ 2 പേരും കൂടി വന്ന് നന്ദിനി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. മേഡം എന്താ ഈ കാണിക്കുന്നത് മേഡം, എന്നെ ഇവിടേക്ക് എന്തിനാണ് കൊണ്ടുവന്നത്, ഞാനില്ലേ മേഡത്തിനോട് എല്ലാ കാര്യവും പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇവളെ അകത്ത് കൊണ്ടുപോയി കെട്ടിയിട് എന്ന് പറയണം. അങ്ങനെ നന്ദിനിയെ അവർ ബലം പിടിച്ചുകൊണ്ട് തന്നെ നന്ദിനിയെ ആ റൂമിലിട്ട് കെട്ടിയിടാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ പോലീസ് സാവിത്രിയെ ഫോൺ വിളിക്കുകയാണ്. സാവിത്രി മേഡം, നിങ്ങൾ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ ആ നന്ദിനി
നന്ദിനി ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടേനെ. അവൾ കറക്റ്റ് എൻ്റെ മുന്നിൽ ചെന്ന് വന്ന് ചാടി. അതുകൊണ്ട് മാത്രമാണ് നന്ദിനിയെ നിങ്ങൾക്കിപ്പോൾ തിരിച്ചു കിട്ടിയത്. നിങ്ങൾ എന്ത് ഗുണ്ടകളെയാണ് ഏർപ്പാടാക്കിയത്? ഇത്രയ്ക്ക് അശ്രദ്ധയുള്ളവരെയൊക്കെയാണോ ഈ പണിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് സാവിത്രിയോട് ഈ പോലീസ് സംസാരിക്കുകയാണ് ഫോണിൽ. അങ്ങനെ സാവിത്രി പറയാണ്, ഒരുപാട് നന്ദിയുണ്ട് മാഡം, എന്തായാലും മാഡത്തെ ഞാനൊന്ന് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ ഇനി സാവിത്രി അവിടേക്ക് വരികയാണ്, ആ ഗുണ്ടകളുടെ അടുത്തേക്ക് വരികയാണ്, ആ ഗോഡൗണിലേക്ക്. അപ്പോഴത്തേക്കും നന്ദിനിയെ ഇവർ 4 പേരും കൂടി അങ്ങ് പിടിച്ച് ഒരു കസേരയിൽ കെട്ടിവെക്കുകയാണ് കേട്ടോ. കയ്യും കാലും ഒക്കെ കെട്ടിയിടുകയാണ്. പോരാത്തതിന് കണ്ണും കെട്ടിയിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങൾക്ക് ആള് മാറിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴൊക്കെ നീ ഒന്ന് അടങ്ങ് കുട്ടി, ഞങ്ങളോട് നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതും നിന്നെ തടവിൽ പാർപ്പിക്കാൻ പറഞ്ഞതും എല്ലാം തന്നെ ഒരു മേഡമാണ്. മേഡോ? ഏത് മേഡം എന്ന് ചോദിക്കുമ്പോൾ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ 4 പേരും കൂടി നന്ദിനിയുമായി സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് മേഡം വരുന്നുണ്ട് എന്ന് മറ്റൊരാൾ വന്ന് പറയുന്നുണ്ട്. അതോടുകൂടി പെട്ടെന്ന് തന്നെ നന്ദിനിയുടെ കണ്ണങ്ങ് കെട്ടുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കാൻ, നിങ്ങൾ എന്തിനാണ് എൻ്റെ കണ്ണ് കെട്ടുന്നത്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് നന്ദിനി ചോദിക്കുമ്പോഴും അവർ ഒന്നും പറയാതെ നന്ദിനിയുടെ കണ്ണ് കെട്ടിവെക്കുകയാണ്. അപ്പോഴത്തേക്കും സാവിത്രി അവിടേക്ക് വരികയാണ്. എന്നിട്ട് സാവിത്രിയെ കാണരുത്, നന്ദിനി തിരിച്ചറിയരുത് എന്ന് കരുതിയിട്ടാണ് നന്ദിനിയുടെ കണ്ണ് കെട്ടിവെക്കുന്നത്. അങ്ങനെ സാവിത്രി ആ ഗുണ്ടകളോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നിങ്ങളോട് ഒരു ജോലി പറഞ്ഞിട്ട് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടല്ലേ ഇവളിപ്പോൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോയത്? ഇപ്പോൾ ഇവളെങ്ങാനും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം തന്നെ ഇല്ലാതായിരുന്നില്ലേ എന്ന് പറഞ്ഞ് സാവിത്രി അവരോട് അങ്ങ് ദേഷ്യപ്പെടാണ്ട്, ക്ഷമിക്കണം മാഡം എന്ന് അപ്പോൾ ഗുണ്ടകൾ പറയാണ്. അങ്ങനെ നന്ദിനിയുമായിട്ട് സാവിത്രി സംസാരിക്കുകയാണ്. നന്ദിനി, നീ ഇവിടെ നിന്നും രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, നിനക്ക് ഒരു കുഴപ്പവും കൂടാതെ നിന്നെ ഞങ്ങൾ തന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടും. പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം കഴിഞ്ഞ ശേഷമാണ് നിന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടൂ എന്ന് പറയുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? എന്നെക്കൊണ്ട് എന്ത് ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്? ഞാനൊരു പാവമാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നത്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് തരാൻ എന്നൊക്കെ പറയുമ്പോൾ, നിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊന്നും പറയേണ്ട, നിന്നെ വിവാഹം കഴിച്ചത് ഒരു കോടീശ്വരന്മാരെ വീട്ടിലേക്കല്ലേ? നിന്നെ വെച്ച് തന്നെ ഞങ്ങൾ അതിനുള്ള പൈസയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ നിനക്ക് ഒരു പോറൽ പോലും വരുത്തില്ല, ഇവരാരും നിന്നെ ഒന്നും ചെയ്യില്ല. ഞങ്ങളുടെ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്ന് പറയട്ടോ. അങ്ങനെ സാവിത്രി നന്ദിനിയോട് ഇതൊക്കെ സംസാരിച്ച ശേഷം അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നന്ദിനിക്കാണെങ്കിലോ ആരാവും ഈ വന്നിരിക്കുന്നത്, ഇവരുടെ സൗണ്ട് ആണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നതുമില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ നന്ദിനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ സാവിത്രി അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം സാവിത്രി പറഞ്ഞ പ്രകാരം തന്നെ അതിലെ ഒരു ഗുണ്ടയോട് സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു കോള് വരികയാണ് സൂര്യയുടെ ഫോണിലേക്ക്. ഇതിപ്പോൾ ആരാണ് എന്നുള്ള ആ ഒരു കാര്യം വിവേകിനോട് സംസാരിച്ച ശേഷം, അപ്പോൾ വിവേക് എന്തായാലും ഫോൺ എടുത്ത് നോക്ക് സൂര്യ എന്ന് പറയട്ടെ. അങ്ങനെ സൂര്യ ഹലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ, നിങ്ങൾ സൂര്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ ആരാണെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പോലീസിനെയോ മറ്റോ ആരെയും അറിയിക്കരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഭാര്യ നന്ദിനി ഞങ്ങളുടെ കസ്റ്റഡിയിലാണുള്ളത്. നിങ്ങളുടെ കസ്റ്റഡിയിലോ? നിങ്ങൾ എന്തിനാണ് നന്ദിനിയെ പിടിച്ചുകൊണ്ട് പോയത്? ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ സൂര്യ സാർ, ഞങ്ങൾ ആദ്യം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന പണം നിങ്ങൾ ഞങ്ങൾക്ക് തരണം. പണമോ? അതെ, പണം തന്നെ. ഞങ്ങൾ ആവശ്യപ്പെടുന്ന തുക നിങ്ങൾ ഞങ്ങൾക്ക് തരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളെന്നെ വിളിച്ചത്. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങൾ നന്ദിനിയെ വിട്ടയക്കണം എന്ന് പറയുമ്പോൾ, നന്ദിനിയെ വിട്ടയക്കാം, അതിന് തന്നെയല്ലേ സൂര്യ സാറിനിപ്പോൾ ഞങ്ങൾ വിളിച്ചത്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന തുക നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ പിന്നെ നന്ദിനിയെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചിരിക്കും എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ 50 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതും ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുവരണം. പക്ഷേ നിങ്ങൾ ബുദ്ധി പ്രയോഗിച്ച് നിങ്ങൾ ഇക്കാര്യമൊക്കെ
ബന്ധമൊക്കെ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. പിന്നെ നന്ദിനിയെ നിങ്ങൾക്ക് ജീവനോടെ കാണാൻ കഴിയില്ല. ഇതുപോലെ ഒരു കൂട്ടർ ഞങ്ങളോട് ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലെ പണം ആവശ്യപ്പെട്ട സമയത്ത് അയാൾ അതിബുദ്ധി കാണിച്ച് അയാൾ പോലീസിനെ അറിയിച്ചു. പിന്നെ എന്തുണ്ടായി? അയാൾക്ക് പിന്നെ അയാളുടെ ഭാര്യയെ തിരിച്ചു കിട്ടിയില്ല. അതുപോലത്തെ അവസ്ഥ സൂര്യ സാറിനും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞങ്ങളൊരു മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് സൂര്യ സാർ അതിബുദ്ധി ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. അങ്ങനെ വല്ലതും ചെയ്താൽ ഞങ്ങളെ പറ്റിക്കാനാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ പിന്നെ നന്ദിനിയുടെ ഓരോ പാർട്സായിട്ട് നിങ്ങൾക്ക് പാർസലായിട്ട് വരും. നന്ദിനിയുടെ കാലും കൈയും അങ്ങനെ ഓരോരോ അവയവങ്ങളായിട്ട് നിങ്ങൾക്ക് പാർസലായിട്ട് വരും. അത് വേണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. എനിക്ക് പിന്നെ പോലീസും കേസും അതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നന്ദിനിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജീവനോടെ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ആ ഗുണ്ട ഫോൺ വെക്കുന്നത്. അത് കേട്ടതോടുകൂടി വിവേക് നമുക്കിപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചാലോ എന്ന് പറയുമ്പോൾ വേണ്ട, പോലീസിനെ അറിയിക്കേണ്ട, ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് അവർ പറഞ്ഞ തുക കൊടുത്ത് നന്ദിനിയെ രക്ഷപ്പെടുത്തണം. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ സൂര്യ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ സമയം പത്മയാണെങ്കിലോ നന്ദിനി പോയ ആ സന്തോഷത്തിൽ നല്ല ആഹ്ലാദത്തോടു കൂടി പത്മയും ഇന്ദ്രജയും വേദയും വിജയനൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. അത് കണ്ടും കൊണ്ടാണ് ഇനി സൂര്യ അവിടേക്ക് വരുന്നത്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരാണോ? ഈ വീട്ടിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു ആളാണ് ഇന്ന് കാണാതായിരിക്കുന്നത്. ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളെ കാണാതായതിലും ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എനിക്കങ്ങനെ വിശപ്പ് സഹിക്കാനൊന്നും കഴിയില്ല. എനിക്ക് പട്ടിണി കിടക്കാനും കഴിയില്ല. അവളെ അന്വേഷിക്കുന്നുണ്ടല്ലോ, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവളെ കണ്ടെത്തിക്കോളും. അല്ലാതെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് പത്മ പരിഹാസത്തോടു കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ സൂര്യക്ക് ദേഷ്യം പിടിച്ചിട്ട് സൂര്യ അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഇനിയാണ് നന്ദിനിയെ അന്വേഷിച്ച് സുദേവൻ സൂര്യയുടെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് യതീന്ദ്രൻ ടെൻഷനായിട്ട് പുറത്ത് നിൽക്കുന്ന സമയത്താണ് സുദേവൻ അവിടേക്ക് വരുന്നത്. സുദേവനെ കണ്ടതോടുകൂടി യതീന്ദ്രൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? നന്ദിനിയെ കാണാനില്ല എന്നെങ്ങാനും പറഞ്ഞാൽ ചങ്ക് പൊട്ടി മരിച്ചു പോകും സുദേവൻ. എങ്ങനെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കണം.